സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ലാലേട്ട ഹൗസ് മേറ്റ്സിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഋഷി മുടിയൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ട്രോമ ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിങ്ങനെ പറയാറുണ്ടായിരുന്നു. ശരിയാണ് ഋഷി, ആ ഒരു ട്രോമ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ റോക്കി പോയതായിരുന്നു നിങ്ങളുടെ ട്രോമ, അല്ലാതെ റോക്കി സിജോയെ ഇടിച്ചതായിരുന്നില്ല ഋഷി. ഋഷിയുടെ സുഹൃത്തായിരിക്കാം റോക്കി. നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അയാളോട് ഇഷ്ടം തോന്നാം. അയാളെ പിന്തുണച്ചാൽ അയാളുടെ സപ്പോർട്ടേഴ്സിൻ്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ധാരണയാകാം. പക്ഷെ അത്തരം ചിന്തകൾക്കും ധാരണകൾക്കുമൊക്കെ അപ്പുറം, അതിനും മുകളിലാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഋഷി ഇത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണെന്ന്. അങ്ങനെ ഇത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണെങ്കിൽ ഈ ഷോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹം വളരെ വൃത്തികെട്ടൊരു സമൂഹമാണെന്നാണ്. സ്വാർത്ഥരായ മനുഷ്യരാൽ നിറഞ്ഞൊരു സമൂഹമാണെന്നാണ്. നമ്മുടെ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടി മറ്റുള്ളവരുടെ വേദനകൾക്കും യാതനകൾക്കും ദുരിതങ്ങൾക്കും യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത, സത്യത്തിനും നീതിക്കും ന്യായത്തിനും നേരെ കണ്ണടയ്ക്കുന്ന ഒരു മനുഷ്യരുടെ സമൂഹമാണ് നമ്മുടേതെന്ന്. ഒരു ദിവസമെങ്കിലും ഋഷി നിങ്ങൾക്ക് ബിഗ് ബോസിനോടൊന്ന് തിരക്കാമായിരുന്നു. സിജോയ്ക്ക് എന്തു പറ്റി, എന്തായി അയാളുടെ കണ്ടീഷൻ, ഇതുവരെ വന്നില്ലല്ലോ ബിഗ് ബോസ്, ഒന്ന് അറിയിക്കാമെന്ന് ഒരു ദിവസം സിജോയുടെ കൂടെ നടന്ന അർജുനോ ഋഷിയോ ആരും ചോദിച്ചില്ലല്ലോ ഋഷി. പിന്നെ എന്ത് ട്രോമയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ട്രോമയല്ല ഋഷി, ഡ്രാമയായിരുന്നു. അത് നമ്മുടെ പുറത്തുപോയ റോക്കിയുടെ സപ്പോർട്ടേഴ്സിന്റെ വോട്ട് കിട്ടാനായി നിങ്ങൾ നടത്തിയ ഡ്രാമയായിരുന്നു. ആ ഡ്രാമയുടെ ഇടയിൽ നിങ്ങൾ സിജോ അനുഭവിച്ച അപമാനത്തെയും അയാൾക്ക് നേരിട്ട വേദനയെയും അവിടെ കണ്ട വലിയൊരു തെറ്റിനെയും നേരെ നിങ്ങൾ കണ്ണടയ്ക്കുകയും ആ തെറ്റ് ചെയ്ത ആൾക്കൊപ്പം നിങ്ങൾ നിലയുറപ്പിക്കുകയും ചെയ്തത് ഈ കേരള സമൂഹം കണ്ടതാണ് ഋഷി. ലാലേട്ടന്റെ മുന്നിൽ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടില്ല, നിങ്ങൾക്ക് പതറിപ്പോകും. അത് നിങ്ങൾക്കും ബോധ്യമുണ്ട് നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.